ശക്തമായ മഴയിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പാവൂർ, ഗിറുകെട്ടെ, മഞ്ചപ്പാടി, പൊസോട്ട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അങ്കടി മുകളിൽ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഇത് റോഡാണോ തോടാണോ? പറയൂ വിവരങ്ങൾ. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ശക്തമായ മഴ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മംഗലാപുരത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ എന്റെ അരുണെ, വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തൂടൊക്കെ നാട്ടുകാർ നീന്തൽ പഠിക്കുന്നുണ്ടല്ലോ. അതെ, രൂക്ഷമായിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തില് അപാകതയും പല സ്ഥലത്തും ഡ്രൈനേജ് സംവിധാനമില്ല. മാത്രമല്ല ഈ വയലുകളൊക്കെ നിരത്തി അവിടെ വീടുകളൊക്കെ പണിതിട്ടുണ്ട്. അതൊക്കെ വെള്ളക്കെട്ടിന് കാരണമായി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പലയിടത്തും ദേശീയപാത നവീകരണത്തിനായി മണ്ണ് വൻതോതിൽ കൊണ്ടുവന്ന് കൂട്ടിയിരുന്നു. അപ്പോൾ വെള്ളം ഒലിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതായി. അങ്ങനെയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാറാണ്. ആ കാറ് മച്ചിപ്പൈ എന്ന സ്ഥലത്താണ് പാർക്ക് ചെയ്ത കാറായിരുന്നു. അതും ഈ വെള്ളക്കെട്ടിൽ ഒലിച്ചുപോയൊരു സാഹചര്യമാണ്. ഒരു കാറും ബൈക്കും ഒലിച്ചു പോയിട്ടുണ്ട്. പാവൂർ, ഗെറുകെട്ടെ, മച്ചമ്പാടി, പൊസോട്ട് എന്നീ മേഖലകളാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത്. നിരവധി വീടുകളിലും മസ്ജിദുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സ് സംഘമെത്തി ആ പ്രദേശത്തെ വീട്ടുകാരെയൊക്കെ അവിടുന്ന് മാറ്റിയിരുന്നു. എന്തായാലും വെള്ളം ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശക്തമായ വെള്ളക്കെട്ട് ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ തന്നെ രൂപപ്പെട്ടിരുന്നു. ഓക്കെ, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.